മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള റോഡ് അതുതന്നെ ഒരു കാടിനുള്ളിലൂടെയുള്ള പൂർണ്ണമായും കാടിനുള്ളിലൂടെയുള്ള റോഡാണ്. കേരളത്തിൽ തന്നെ അപൂർവമാണ് അത്രയും ദീർഘദൂരം കൊടും കാടിനുള്ളിലൂടെയുള്ള റോഡ്. അങ്ങനെ മലക്കപ്പാറ വഴി പലപ്പോഴും ഈ വാൽപ്പാറയ്ക്ക് വരുന്ന റൂട്ടുണ്ട്. വിനോദസഞ്ചാരികൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന കാടിനുള്ളിലൂടെ ആയതുകൊണ്ടുള്ള പ്രത്യേകമായ ആ കാഴ്ചകൾ കണ്ടൊക്കെ വരാവുന്നൊരു വഴി കൂടിയാണ്. വാൽപ്പാറ പൊതുവെ തണുപ്പ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. തേയിലത്തോട്ടങ്ങളെല്ലാം നിറഞ്ഞ പ്രദേശമാണ്. നിരവധി യാത്രികരൊക്കെ എത്തുന്ന തമിഴ്നാടിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ എത്തിയ ശേഷം അവിടെ നിന്ന് നേരെ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടാണ് ഈ കാണുന്നത്. ഈ വാൽപ്പാറ പൊള്ളാച്ചി റൂട്ടിൻ്റെ പൂർണ്ണമായും മലകളാണ്. മലകളിലൂടെ വരുമ്പോൾ ഈ ഹെയർപിൻ ബെൻഡുകളാണ്. എല്ലാം ഹെയർപിൻ ബെൻഡുകൾ നമുക്ക് ഇങ്ങനെ ഹെയർപിൻ ബെൻഡുകളൊക്കെ കാണാം. ഈ 9ാമത്തെ വളവ് എന്ന് പറയുന്നത് ഇതാണ് ഹെയർപിൻ ബെൻഡ് 9. ഇതാണ് 13ാമത്തെ വളവ്. 13ാമത്തെ ഇത് 9. അത് കഴിഞ്ഞാൽ ഇത് 10, ഇത് 11, ഇത് ഇവിടെ ഈ 11ാമത്തെ വളവിൽ വരുന്നു. അത് കഴിഞ്ഞ് 12ാമത്തെ വളവ് വരുന്നു. 12ാമത്തെ വളവിൽ കഴിഞ്ഞാൽ ഇതാണ് 13ാമത്തെ വളവ്. ഈ സ്ഥലത്ത് വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഇത് മുകളിലും ഇത് താഴെയാണ്. അങ്ങനെയാണ്. അത് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ഈ 13ാമത്തെ വളവിൽ വെച്ച് ഈ വണ്ടി ഈ വളവ് എടുക്കുമ്പോഴാണ് ഈ വണ്ടിയുടെ നിയന്ത്രണം വിട്ടുപോകുന്നത്. നിയന്ത്രണം വിട്ടുപോകാൻ കാരണം ഇതൊരു വലിയ താഴ്ചയിലേക്ക് വരുന്നൊരു വഴിയാണ്. വളരെ വലിയ വഴിയാണ്. ആ താഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഹെയർപിൻ ബെൻഡാണ്. അത് വളരെ സാവധാനത്തിൽ മാത്രം വാഹനത്തിന് തിരിക്കാൻ കഴിയുന്ന ഒരു ഹെയർപിൻ ബെൻഡാണ്. നമുക്കത് കൃത്യമായി തന്നെ കാണാം. ഇവിടെ വെച്ച് വാഹനത്തിന് നിയന്ത്രണം നഷ്ടമാകുന്നു. ഇവിടെ വെച്ച് നിയന്ത്രണം നഷ്ടമായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് വാഹനം താഴേക്ക് വീഴുന്നു. ഇവിടെ നിന്ന് വാഹനം താഴേക്ക് വീഴുമ്പോൾ നേരെ വീഴുന്നത് ഇതിന് നേരെ താഴെയാണ് ഈ ഹെയർപിൻ ബെൻഡ് 9 എന്ന് പറയുന്നത്. 9ഉം 13ഉം എന്ന് പറയുന്നത്. 9ൽ നിന്ന് നേരെ കുത്തനെ മേളിലേക്ക് നോക്കിയാൽ വരുന്ന സ്ഥലമാണ് 13. ആ ഓരോ സ്ഥലത്തു നിന്ന് നേരെ ഒരു സ്ഥലത്തു നിന്ന് പോകുന്നു. അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വീണ്ടും ഒരു വളവിലേക്ക് വീണ്ടും ഒരു ഹെയർപിൻ ബെൻഡ്, വീണ്ടും ഒരു ഹെയർപിൻ ബെൻഡ്. അങ്ങനെയാണ് കയറി പോകുന്നത്. ഇവിടെ നിന്നാണ് ഇത് വാഹനം താഴേക്ക് ഈ സ്റ്റേറ്റ് ഹൈവേ 78 ആണ്. 78ലെ ഈ 13ാം വളവിൽ നിന്നാണ് വാഹനം താഴേക്ക് വീഴുന്നത്. ഇവിടുത്തെ അതിർത്തി വെച്ചേക്കുന്ന വലിയ കല്ലുകളൊക്കെ ഉണ്ട്. ആ കല്ല് പൊളിച്ചുകൊണ്ടാണ് വാഹനം താഴേക്ക് വീഴുന്നത്. വാഹനം നേരെ താഴേക്ക് വീഴുന്നത് ഇപ്പോൾ 9ാം വളവിലേക്കാണ് വീഴുന്നത്. ഇത്രയേറെ ആഴത്തിലേക്കാണ് വാഹനം വീണു. അതുകൊണ്ട് തന്നെയാണ് വാഹനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോകുന്നത്. മറ്റൊന്ന്, മൃതദേഹമെങ്കിലും കിട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വേഗത്തിൽ കണ്ടെത്താനൊക്കെയുള്ള കാരണം ഈ നേരെ റോഡിലേക്കാണ് വീണത്. റോഡിൽ നിന്ന് റോഡിലേക്കാണ്. ഇത്തിരി മാറിയാണ് വീഴുന്നതെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നും ഒക്കെ താഴേക്ക് ഒരുപാട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല വീണത്. ഇവിടെ നിന്ന് ഈ റോഡിലേക്കാണ്. നമുക്ക് ആ സ്ഥലങ്ങൾ രണ്ടും ഇത്തിരി കൂടി വലിപ്പത്തിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കുറേ കൂടി വലിപ്പത്തിൽ കാണാം. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. ഇത്തരം വളവുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ വാഹനങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ഓടിക്കാൻ കഴിയുന്ന ഒന്ന്, ഇത് ഇറക്കമാണ്. ഇത് കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. കുത്തനെയുള്ള ഇറക്കത്തിനിടയിലാണ് ഈ പറയുന്നത് പോലെ വലിയ ഹെയർപിൻ ബെൻഡുകൾ വരുന്നത്. ഹെയർപിൻ ബെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ചിത്രത്തിൽ ഓരോ സ്ഥലത്ത് നോക്കിയാൽ കാണാം. ഇത് ഹെയർപിൻ ബെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വി ഷേപ്പിലുള്ളതിന് വരെ ഹെയർപിൻ ബെൻഡ് എന്ന് പറയാറുണ്ട്. ഇത് അങ്ങനെയല്ല. കറക്റ്റ് ഹെയർപിൻ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിലേക്കുള്ള അത്രത്തോളം യോജിച്ച ബെൻഡുകളാണ്. ഇത് കണ്ട് ഈ 10ാം വളവ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ പോയി നേരെ തന്നെ തിരിച്ചു വരികയാണ്. 11ാം വളവും അങ്ങനെ തന്നെയാണ്, നേരെ പോയി വരുന്നു. 12ാം വളവും അങ്ങനെ തന്നെയാണ്, നേരെ പോയി നേരെ തിരിച്ചു. 13ാം വളവും അങ്ങനെ തന്നെയാണ്. ഈ 13ാം വളവിൽ ഇവിടെ വെച്ചാണ്. എന്നാൽ താരതമ്യേന ഈ മറ്റ് വളവുകളൊക്കെ അതിന് മുന്നിലുള്ള 14ാം വളവിനേക്കാളും ഒക്കെ കുറച്ചുകൂടി അത്ര വളവ് എന്നാൽ 13ൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ 14ാം വളവും 15ാം വളവും 9ാം വളവും 10ാം വളവും എന്നൊക്കെ പറഞ്ഞാൽ അത് അതിഭീകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന വണ്ടി നേരെ തന്നെ തിരിച്ചു വരിക. അത്രത്തോളം വലിയ വളവുകളാണ്. ഇവിടെ നിന്നാണ് വാഹനം വീഴുന്നത്. ഇവിടെ നിന്ന് വാഹനം നമുക്ക് കുറച്ചുകൂടി വിശദമായി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാഹനം വീണുന്നാണ്ട് ഈ ഹെയർപിൻ ബെൻഡ് 9ലേക്ക് ഇത്രയേറെ താഴ്ചയിലേക്കാണ്. നമ്മൾ ഇതിൻ്റെ 4 ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. ഇത് പൂർണ്ണമായും കാടാണ്. കാട് മൂടിയ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പലപ്പോഴും മൃഗങ്ങളെയൊക്കെ നമുക്ക് മ്ലാവിനെയും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ മലയുടെ ഒരു വലിയ ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് വിശാലമായ കിലോമീറ്ററുകൾ കണക്ക് അപ്പുറത്ത് ദൂര സ്ഥലങ്ങളൊക്കെ ഇത് കാണാൻ കഴിയും. ആളിയാർ ഡാമൊക്കെ ഇതിൻ്റെ പല സ്ഥലത്ത് നിന്നാലും ആളിയാർ ഡാം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഈ സ്ഥലത്ത് നിന്നാണ്. അതാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അല്പം കൂടി വലുതാക്കി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ റോഡിൻ്റെ ഒരു മാപ്പ് കൂടി വ്യക്തമാവും. അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് വീണ് ഈ സ്ഥലത്തേക്ക് ഇത് കുറേ താഴ്ചയുള്ള സ്ഥലമാണ്. ഇത് ഉയരത്തിൽ നിന്നതാണ്. ഇങ്ങനെയാണ്. ഇത് മലയുടെ മുകൾ ഭാഗമാണ്. ഈ മുകൾ ഭാഗത്തു നിന്ന് വന്ന് ഓരോ വളവുകളായി തിരിഞ്ഞ് കറങ്ങി വന്നിട്ടാണ് ഇത് പൊള്ളാച്ചിയിലെത്തുന്നത്. അത് പൂർണ്ണമായും ഇങ്ങനെ തന്നെ. ഇത് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ നേരെ വളരെ ചെറിയൊരു ദൂരമാണ്. പക്ഷേ വലിയ
വലിയ കുത്തനെയുള്ള മലയായതുകൊണ്ട് തന്നെ അതാണ് ഈ യാത്രയുടെ ഒരു സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ആളുകൾ ആ റൂട്ടൊക്കെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. நேற்று ஒரு 5 மணி இருக்கும்னு நினைக்கிறேன். நான் கீழேருந்து மேலே வந்துட்டு இருந்தேன். பயங்கர டிராஃபிக், கீழே வண்டியெல்லாம் எதுவுமே விடவே இல்லை. பார்த்தீங்கன்னா வண்டி வந்த வாக்கில் அப்படியே நேராக திரும்பாமல் போயிட்டாங்க. அது வர்றது என்னென்னா மெயின் வந்துட்டு அவங்க வந்து பாட்டு ஃபுல்லாக சவுண்டு வச்சுட்டு வரனால கீழேருந்து வர சவுண்டெல்லாம் அவங்க கேட்க மாட்டேங்குது. மொத்தம் 13 பேர் சொன்னாங்க, டிரைவரோட சேர்த்து 14. நேற்று நாங்கள் ஒரு 8 பாடி வரைக்கும் நாங்கள் எடுத்துகிட்டு இருந்தோம், அது வரைக்கும் இருந்தோம். அதுக்கப்புறம் இருட்டாயிடுச்சு, அப்புறம் ஃபயர் சர்வீஸ்லாம் வந்துட்டாங்க. இதுக்கு முன்னாடி இப்படியெல்லாம் இதுக்கு முன்னாடி இங்கே இந்த இடத்துல இது வரைக்கும் இது ஒன்றுமே ஆகலை. 2வது பெண்டுக்கு இடையில மட்டும் ஒரு டைம் மட்டும் பஸ் வந்து பழனி பஸ், அது பஸ் மட்டும் ஆயிருக்கு ஒரு டைம் மட்டும். மற்றபடி அது இது வரைக்கும் ஆனதில்லை. இந்த டிரைவரோட சொந்தக்குறை கம்மி தான். இது டிரைவரோட இல்லை வண்டி ஏதாவது லாக் ஆயிடுச்சா, ஸ்டியரிங் எது லாக் ஆயிடுச்சா அப்படின்னு தெரியல. ஆனால் பிரேக் அடித்த இந்த இதில் வந்து பிரேக் அடித்த அந்த இதே இல்லை, தடமே இல்லை. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.